പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, നമ്മൾ കർണാടക വഴി പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു പച്ചക്കറിത്തോട്ടം കണ്ടു. പച്ചക്കറിത്തോട്ടം മീൻസ് ഒരു വെണ്ടക്കായത്തോട്ടമായിരുന്നു. ഒരേക്കർ സ്ഥലത്ത് തന്നെ ഏകദേശം കൃഷി ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, ഞാനത് പകർത്തി. ഇനി അത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഊഴം. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മൾ പറഞ്ഞ വെണ്ടക്കായുടെ കൃഷിത്തോട്ടം. കർണാടകയിൽ ഒരുമാതിരി ഏരിയയിലൊക്കെ കവർ ചെയ്ത് പോകുമ്പോൾ നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കൃഷി രീതികൾ. റോഡ് സൈഡിൽ രണ്ട് സൈഡിലും കൃഷി ഉണ്ടാവും. നമ്മൾ ആദ്യം കവർ ചെയ്ത് പോയപ്പോൾ ഇതെന്തോ പൂത്തോട്ടം ഗാർഡൻ പോലെ തോന്നിയത്. പിന്നെ അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കൃഷിയാണ്. പക്ഷേ നമ്മൾ സാധാരണ ഇവിടെ വെണ്ടക്കായ കൃഷി കേരളത്തിലൊക്കെ കാണാറുണ്ട്. അത് ഇലയ്ക്കും ഈ ചെടിക്ക് ഭയങ്കര ഗ്രോത്തായിരിക്കും. നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ ചെടി വളരെ ഗ്രോത്ത് കുറവാണ്. പക്ഷേ ഇത് ഉണ്ടായുള്ള വെണ്ടക്കായ്ക്ക് നല്ല വലിപ്പമുണ്ട്. അത് ഒരുപക്ഷെ അവർ ചെയ്യുന്ന വളത്തിൻ്റെ ആയിരിക്കും കേട്ടോ. ഇത് നമ്മളെ കേരളത്തിലേക്കും അതുപോലെ തന്നെ അവിടുത്തെ തൊട്ടടുത്തുള്ള സംസ്ഥാനത്തേക്കും മാർക്കറ്റിലേക്കൊക്കെ കയറ്റി വിടാൻ വേണ്ടി ചെയ്യുന്ന കൃഷിയാണ്. അപ്പോൾ വെണ്ടക്കായ്ക്ക് ഭയങ്കര ഗ്രോത്ത് ഉണ്ട്. എന്നാൽ ഇത് നമ്മുടെ ചാനലിലൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, ഇതുണ്ടോ ഒരേക്കർ സ്ഥലത്താണ് ഏകദേശം കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതൊരു ഉപകാരപ്രദമാവാൻ ചാവട്ടെ എന്ന് കരുതിയാണ് ഇത് എടുത്തത്. വെണ്ടക്കായ കൃഷിത്തോട്ടം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കാതിരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരെ എല്ലാവർക്കും വണക്കം. ഓക്കെ.